എല്ലാവർക്കും വളരെ ഇഷ്ടമായ സോയ ചങ്ക്സ് മസാല നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 100 ഗ്രാം അളവിൽ സോയ നമുക്കൊന്ന് കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുതിർത്തിയെടുക്കാം. കുതിർത്തിയെടുത്ത സോയയിലേക്ക് 1 ടീസ്പൂൺ അളവിലെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് മാറ്റി ഒരു വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. സോയ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകളൊന്ന് എടുത്ത് വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/2 കപ്പോളം നാളികേര കൊത്തും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന സോയ കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് സോയ വെന്തൊന്ന് മുരിഞ്ഞു വരുന്നത് വരെയും വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം നമുക്ക് മുരിച്ചെടുക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ സോയ ഫ്രൈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.